ഞങ്ങൾക്ക് നിറഞ്ഞ അഭിമാനമുണ്ട്. 9 കൊല്ലക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ്, ആ സർക്കാർ ഭരണം അതിന്റെ ഭാഗമായി നാട്ടിൽ നേടിയിട്ടുള്ള വികസന നേട്ടങ്ങളുടെ നിറവിൽ നിന്നുകൊണ്ടാണ് വോട്ട് ചോദിക്കുന്നത്. പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞു വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന്. സ്കൂളുകൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ? ആശുപത്രികൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ? റോഡുകൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ? ഈ പ്രദേശത്തെ ആളുകൾ പൊതുവിൽ ഉന്നയിച്ച കാര്യങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. സിവിൽ സിസ്റ്റം തളർത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഉപകരണക്ഷാമം തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ഇന്ന് വിതുമ്പിയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഉപകരണങ്ങൾ ആവശ്യപ്പെട്ട് മാർച്ചിലും ജൂണിലും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും HDS സെക്രട്ടറിക്കും ഡോക്ടർ ഹാരിസ് നൽകിയ കത്ത് ഇന്ന് പുറത്തുവന്നു. ഈ കത്തിനപ്പുറത്തേക്ക് ഡോക്ടർ ഹാരിസ് നേരിട്ടൊരാവശ്യവും ഉന്നയിച്ചിട്ടില്ലെന്നാണ് കാരണം കാണിക്കൽ നോട്ടീസിലെ ഒരാരോപണം. പക്ഷേ ഒരു കുടുംബത്തിന്റെ ആകെ സന്തോഷങ്ങളും സ്വപ്നങ്ങളും തല്ലിക്കെടുത്തിയാണ് ക്രൂരമായ സർക്കാർ അനാസ്ഥയുടെ ഇരയായി ബിന്ദു നമുക്കിടയിൽ നിന്ന് മടങ്ങുന്നത്. ബിന്ദുവിന്റെ കുടുംബത്തിന്റെ ദുഃഖം ഒരു നാടിന്റെ ആകെ നൊമ്പരമായി മാറിയ കാഴ്ചയാണ് തലയോലപ്പറമ്പിൽ ഇന്ന് കണ്ടത്. ഷഹലയ്ക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിൽ ബത്തേരി താലൂക്ക് ആശുപത്രിക്ക് ഗുരുതര വീഴ്ച. 4 ആശുപത്രികളിൽ എത്തിച്ചിട്ടും ആന്റിവനം നൽകിയില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകും വഴി ആരോഗ്യനില വഷളായി. ഡോക്ടർമാർക്ക് വീഴ്ച പറ്റിയെന്ന് ആരോഗ്യവകുപ്പ് അന്വേഷിക്കുമെന്ന് DMO. വിശദാംശങ്ങൾ. തകർന്നടിഞ്ഞ് ഇടുക്കി പള്ളിവാസൽ പഞ്ചായത്തിലെ പീച്ചാട് പ്ലാമല റോഡ്. മാസങ്ങൾക്ക് മുമ്പ് അറ്റകുറ്റപ്പണി നടത്തിയ റോഡാണ് ഇപ്പോൾ തകർന്നത്. ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. ഞങ്ങൾക്കില്ല ജാതിമതം, ഞങ്ങൾക്കില്ല മതപരിവ്, ഞങ്ങൾക്കില്ല വകതിരിവ്. പോരാളികളും കർഷകരും